വീണ്ടും ഹിജാബ് വിഷയം. ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂള് ഇന്നും നാളെയും അവധിയാണ്. ഉത്തർപ്രദേശിലോ കർണാടകയിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ അല്ല, മതേതരത്വം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിലെ കൊച്ചിയിലാണ്. കേരളം ആ രീതിയിലേക്ക് മാറിയോ? ഒരു സ്കൂൾ തുറക്കാൻ പോലും കഴിയുന്നില്ല. അത്ഭുതമല്ല, ഇത് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പല ഭാഗത്തും. അത് സെൻറ് റീത്താസ് സ്കൂളിലാണ് നടന്നിരിക്കുന്നത്, പള്ളുരുത്തിയിൽ. പക്ഷെ ഇതിൻ്റെ മുമ്പ് കൊച്ചിയിൽ തന്നെ ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ യൂണിഫോം ധരിച്ച് പോകുന്ന സമയത്ത് ആ യൂണിഫോമിന് അംഗീകരിക്കാൻ തയ്യാറാകാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പുല്ലേപ്പടിയിൽ ഈ സ്കൂൾ അടച്ചിടുന്ന അത്രയും വലിയ ബുദ്ധിമുട്ടിലേക്ക് കേരളം മാറി. കാരണം അത്രയും ഭീകരവാദികളുടെ കയ്യിലാണ് ഇന്ന് കേരളം. ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ SDP ആണ് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടി. നിരോധിത സംഘടനകൾ ഇന്നും തലപൊക്കി മുന്നോട്ട് പോവുക. കേരളത്തിൽ വിഹരിക്കാൻ പറ്റിയൊരു സ്ഥലം കേരളമാണ്. എല്ലാ ഭീകരവാദികൾക്കും ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കുറച്ച് ദിവസം മുമ്പ്, ഒരു 2-3 ദിവസം മുമ്പ് വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മലപ്പുറത്ത് കൂടി പ്രകടനം നടത്തി. ആ മുദ്രാവാക്യം ദേശീയതയ്ക്കെതിരെയുള്ള മുദ്രാവാക്യമായിരുന്നു. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് നടത്തിയതെങ്കിൽ അതിനോടൊപ്പം പിടിച്ച കൊടിയതായിരുന്നു. നമ്മുടെ ദേശീയ പതാകയോടൊപ്പം പാലസ്തീൻ പതാക പിടിച്ചു. ഇത്രയും നികൃഷ്ടമായ രീതിയിൽ, ഇത്രയും ദേശവിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആരോ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ശരിയാണ്. പക്ഷെ ഇത് വ്യാപകമായിട്ട് നടക്കുകയല്ലേ. ഇവർക്ക് താവളമാക്കാൻ പറ്റിയൊരു സ്ഥലം കേരളത്തിൽ എവിടെ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ ഒരു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാരാ? കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ വരുന്നവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? അതും കേരളമാണ്. ഇപ്പം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ ഭാരതത്തിൽ പല ഭാഗത്തുണ്ട്. ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. കേരളത്തിൽ പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂരിൽ ബസ്സിൽ പോലും ബംഗാളിലാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അവിടെ മുടിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് പെരുമ്പാവൂരിൽ. ആ മുടിക്കലുള്ള സർവ്വ ബിസിനസ് ഈ ഭീകരവാദികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരിൽ മാത്രമല്ല, ആലുവ പോലത്തെ പ്രദേശങ്ങളിൽ, മലപ്പുറത്തെ ഞാൻ മാറ്റി നിർത്തുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിനധികം നമ്മുടെ തിരുവനന്തപുരത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആൾക്കാർക്ക് ബില്ലടയ്ക്കാൻ കൃത്യമായിട്ട് പോയിട്ട് അവിടെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ വിവരം കൊടുക്കാത്ത ആൾക്കാരാണ്. നിങ്ങളോട് പറയില്ല. ഇത് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കള്ളക്കടത്തിൻ്റെ പൂഴ്ത്തിവെപ്പിൻ്റെ എല്ലാം കേന്ദ്രം ഇന്ന് കേരളമായി ഇരിക്കുന്നില്ലേ? നമ്മുടെ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും എല്ലാവിധ സ്ഥാപനങ്ങളും നിൽക്കുന്ന, നിയമസഭ നിൽക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ചുറ്റും എന്താ നടക്കുന്നത്? ആ ചുറ്റും നടക്കുന്ന ഇതേപോലത്തെ വരിക. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, ഈ വിശ്വാസത്തോടു കൂടിയിട്ടാണ് പള്ളുരുത്തിയിലെ ഈ യൂണിഫോം സംഭവം നടന്നിരിക്കുന്നത്. അതൊരു ക്രൈസ്തവ സ്കൂളിലാണ്. ക്രൈസ്തവർക്ക് വേണ്ടി കരയുന്നത് നമുക്കറിയാം. അത് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കരയാറുണ്ട്. അതൊന്നും അവരൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുന്നുള്ളതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്ത എല്ലാ ആൾക്കാരും പിന്നെ ഇസ്ലാമിക ഈ ചിന്താഗതിയെ എതിർക്കുന്ന ആൾക്കാരും ആരുണ്ടോ അവരെ മുഴുവൻ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പൊ 2 ദിവസം അവർ പറയുന്ന മാനേജ്മെന്റ് പറയുന്ന കൃത്യമാണ്. ആ കുട്ടിയും രക്ഷിതാക്കളും സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്നു, സ്കൂളിന്റെ രീതികൾ പറയുന്നു, അത് അനുസരിക്കുന്നു, 4 മാസം സ്കൂളിൽ വരുന്നു, ഈ സ്കൂളിന്റെ രീതി ഏതാണോ അത് പിന്തുടരുന്നു. പെട്ടെന്ന് ഒരു ദിവസം മാറ്റമാണ്. അത് എന്തുകൊണ്ടായിരിക്കും? മാറ്റം ഉണ്ടാകുന്നു, പരാതിയാകുന്നു. പിന്നീട് ഈ ജിഹാദി പ്രവർത്തകർ സ്കൂളിലേക്ക് കടന്നു വരുന്നു, സമാധാന അന്തരീക്ഷം പോകുന്നു. പ്രവൃത്തി മനഃപൂർവ്വം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജിഹാദികൾ തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അവരെ സ്വാധീനിച്ചു, അവരെ ഭീഷണിപ്പെടുത്തി. ഇത് 4 മാസം സ്കൂളിൽ പോയുള്ള രക്ഷിതാക്കളെ പറഞ്ഞയച്ചുള്ള കുട്ടി, ആ കുട്ടിക്ക് 4 മാസം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് മനഃപൂർവ്വം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്കൂളിനെ, തങ്ങളുടെ മതക്കാരല്ലാത്തവരുടെ സ്കൂളിനെ, അതിനെ തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി
ഞങ്ങളുടെ ആധിപത്യം അവിടെ സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അപ്പോഴാണ് ഇതേപോലത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് മുഴുവൻ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു രീതി ഒരു 50 വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നില്ല. ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ പ്രവർത്തനം നടന്നതിന് ശേഷമാണ് ഈ മൂടിക്കെട്ടിക്കൊണ്ട് മുഖത്തെ കണ്ണ് മാത്രം പുറത്തേക്ക് കാണിച്ചു, അവരൊരു ഭാഗം കാണുന്നില്ല, കണ്ണ് മാത്രം പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ കാണുന്നില്ലേ? ഈ സമ്പ്രദായത്തിൻ്റെ ഭാഗമല്ലേ ഇത്? ഇത് തന്നെയല്ലേ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ വിസമ്മതിക്കുന്നതിൻ്റെ ഒരു കാരണം? ഇത്തരം കാര്യങ്ങളെ മുഴുവൻ എതിർക്കാൻ തയ്യാറെന്ന് അതുകൊണ്ടല്ലേ? അപ്പം ആരാണെന്ന് മനസ്സിലാക്കാതെ ഒരു പുരുഷൻ ഇതേ വേഷം കെട്ടി കുഴപ്പത്തിന് വന്നാൽ മനസ്സിലാവുമോ? അങ്ങനെയല്ലേ ഇവിടുത്തെ പല സംഗതികളും തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളാണ്! വെറും ഒരു സ്കൂളിൻ്റെ പ്രശ്നം മാത്രമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. ഇതിനെ കാണേണ്ടത് കേരളത്തെ മുഴുവൻ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വിധത്തിൽ വേഷം കെട്ടി ആളുടെ മുമ്പിലേക്ക് വരുന്നു. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പോലും ഇത്രക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയാണോ? നമുക്കറിയാം, സ്കൂള് നേരത്തെ തുറന്ന പ്രശ്നം, സ്കൂൾ വൈകി തുറന്ന പ്രശ്നം, യൂണിഫോമുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചോദ്യം തയ്യാറാക്കിയാൽ കൈവെട്ടും. എങ്ങനെയാണ് എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷ്യമിടുന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ ലക്ഷ്യപ്പെടാൻ കാരണം വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കണം ആക്കി തീർത്തു കഴിഞ്ഞാൽ ഇവർ പറയുമ്പോഴത്തെ കാര്യങ്ങൾ അവിടെ നടക്കും. ആദ്യം തുടങ്ങിയത് എപ്പോഴാണ്? വെള്ളിയാഴ്ച 2 മണിക്കൂർ അവധി കൊടുക്കണം എന്നൊരു കാര്യമുണ്ടായി. അത് കൊടുത്തു. ആ കൊടുത്ത ശേഷം ഓരോ പ്രധാനപ്പെട്ട സമയത്തും അവരുടെ രീതി അനുസരിച്ച് കളിക്കുന്ന സർക്കാരുകൾ വന്നു. പിന്നെ വെള്ളിയാഴ്ച പരീക്ഷ നടത്തിക്കൂടാ. ഇങ്ങനത്തെ ഇത് പണ്ടുണ്ടായിട്ടുണ്ട്. സംഘടിത ഹിന്ദു ശക്തി കേരളത്തിൽ വളർന്നു വരുന്നതിന് ശേഷമാണ് മാറ്റം വന്നത്. പള്ളിയിൽ വെള്ളിയാഴ്ച കടലിൽ പോകാൻ അനുവാദമില്ലാത്ത അലിഖിത നിയമമുണ്ടായിരുന്നു കേരളത്തിൽ, അറിയാമോ? വെള്ളിയാഴ്ച മലബാറിലൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അരിഞ്ഞ് തള്ളും കടലിലേക്ക് എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ആ വിധത്തിലായിരുന്നു. മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ഈ റംസാൻ കാലത്ത് ചായക്കടകളോ ഹോട്ടലുകളോ തുറക്കാൻ സാധിക്കുന്നുണ്ടോ? അനിസ്ലാമികളായിട്ടുള്ള ആർക്കും സാധിക്കുന്നില്ല. ഇസ്ലാമുകൾ തുറക്കാറുമില്ല. വെള്ളം കെട്ടാത്ത അവസ്ഥയല്ലേ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നത്? ഇത് മലപ്പുറം ജില്ല മാത്രമല്ല, ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നു. പന്നിയിറച്ചിക്ക് എന്താ കുഴപ്പം? ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പന്നിയിറച്ചി വിൽക്കുന്ന ഹോട്ടൽ ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാം. ഉണ്ടാവില്ല. എന്തിനാണ് ഇതൊക്കെയാണ് ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത്. തങ്ങൾ ശരിയാക്കുന്നത് മാത്രം ശരി, അത് മാത്രമേ നടത്താൻ പാടുള്ളൂ, ബാക്കി മുഴുവൻ ഫത്വ പുറപ്പെടുവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇത് തന്നെയാണ് സ്കൂളുകളിൽ കൂടിയിട്ട് നടക്കുന്നത്. സ്കൂളുകളിൽ പല കാര്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ കൂടിയിട്ട് ആളുകളുടെ ഇടയിലേക്കും അവരിംഗിതത്തിനനുസരിച്ച് മാറ്റാനും സാധിക്കും. അപ്പോൾ മദ്രസകൾ മാത്രമല്ല, കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ഭയം, പേടി, രക്ഷിതാക്കൾക്ക് സ്കൂളിൽ കുട്ടികളെ വിടാൻ പേടി, PTA പേടി. ആ ഒരു പേടി കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ചിന്തകളെ തകർക്കുക. സ്കൂളിൽ നിന്നാണല്ലോ ചിന്തിക്കാനുള്ള പല കാര്യങ്ങളും കിട്ടുന്നത്. ആ ചിന്തകളെ തകർത്തിട്ട് ഭയം ജനിപ്പിക്കുക. ആ ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ജീവിക്കാൻ സാധിക്കില്ല, ജീവിക്കാനുള്ള മാനസികമായുള്ള സംഘർഷം കുട്ടികളിൽ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കാസയെ വിമർശിക്കുകയാണ്. കാസ ചെയ്യുന്നതാണ് തെറ്റ്, അതെ, RSS ചെയ്യുന്നതാണ് തെറ്റ്. ശരിയാണ്. കാരണം ആരാണ് ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നത്? ഇവരെ പ്രേരിപ്പിക്കുന്നത് ആരാണ്? പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമല്ലേ ഇതിന് മുഴുവൻ പ്രേരണ കൊടുക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്. ഹിന്ദുക്കളെ തകർക്കണം,
അതേപോലെ കാസ പോലുള്ള സംഘടനകളെ, ഞാൻ മുഴുവൻ ക്രിസ്ത്യാനികളല്ല, സംഘടനകളെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും പ്രധാനമായിട്ട്. മറ്റുള്ളവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജിഹാദികളുമായിട്ടാണ് കൂട്ടുകെട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ജിഹാദി കൂട്ടുകെട്ടാണ് ഇവരെ പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത്. പകല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാത്രിയായി കഴിഞ്ഞാൽ ജിഹാദികളുമായി തീരുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നില്ലേ? പാർട്ടി ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും പലരും. അപ്പോൾ ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പോലും ജിഹാദികളുടെ ഇടയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു, ജിഹാദികളിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുന്ന സമയത്ത് ഈ ജിഹാദികളിൽ നിന്ന് BJPയിലേക്കും വരും. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്കും ജിഹാദികൾ കടന്നു കയറി അതിൽ കൂടിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവരുടെ എന്താണോ ചിന്ത, ആ ചിന്ത ആ പാർട്ടിയിൽ അടിച്ചേൽപ്പിക്കും. അപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ കോൺഗ്രസ്സിലുമുണ്ട്, ഇതേപോലെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് ഈ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടിയിട്ടാണ്. നിങ്ങളിപ്പോൾ വളർന്നു വന്ന DYFIയുടെ SFI ഒക്കെ എടുത്തു നോക്കിക്കോളൂ. അവർ ഹിന്ദു കുട്ടികളെയോ കാസയിലെ ആൾക്കാരെയാണ് ആക്രമിക്കുന്നത് മുഴുവൻ. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആളെ നോക്കിയിട്ടാണ് ആക്രമം. കാശ്മീരിൽ അവിടെ ഉണ്ടായതുപോലെ മതം നോക്കിയിട്ടല്ലേ ആക്രമം അഴിച്ചു വിടുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ മതം നോക്കിയിട്ട് ആണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം അക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ലിസ്റ്റ് എടുത്തിട്ട് പരിശോധിച്ചാൽ ഇതാണ് കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.